എന്താ ഇത് ചെയ്യുന്നത് ഭയങ്കര ക്രൂരതയാണ്. കാരണം നമ്മളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ഭർത്താവ് എന്ന നിലക്ക് അവൾക്ക് കിട്ടേണ്ടതെല്ലാം നമ്മളും തന്നെ കിട്ടണം. അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നൽകാൻ പറ്റില്ല. അപ്പൊ ശരിക്കും എന്താന്ന് വെച്ചാൽ ഒല തദ്രുഹകൽ മുതലക്കാന്നുള്ള മാതിരി എന്താ വെച്ചാൽ വെറുതെ കെട്ടിയിടും. കല്യാണം കഴിച്ച ഒരാഴ്ച ഞാൻ പോവുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ 10-30 കൊല്ലത്തിൽ ഒരു 3 വർഷം 3.5 വർഷമൊക്കെയാണ് കുടുംബജീവിതം കിട്ടുന്നത്. അവർക്ക് വേറൊരു വഴിയില്ലല്ലോ. ഇതൊക്കെ ഒരു ഭയങ്കരമായ ഒരു പ്രതിസന്ധിയാണ് അവരിൽ എന്ത് ചെയ്യുന്നത് സൃഷ്ടിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രവാസിക്ക് ശാരീരികമായി അവർക്ക് ഒന്നിച്ചു ചേർന്നുള്ള ബന്ധങ്ങളല്ലാത്തതൊക്കെ അവിടെ നിന്ന് അയാൾക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു തലത്തിലേക്ക് പല പ്രവാസികളും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു പ്രവാസ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇഴുകിച്ചേർന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ ഒരു ലൈഫ് സ്റ്റൈൽ രൂപപ്പെട്ടു വന്നു. മക്കളില്ലാത്ത, ഭാര്യയില്ലാത്ത ഒരു ജീവിതം അയാൾക്ക് എന്ത് ചെയ്തു, രൂപപ്പെട്ടു വന്നു. അയാളുടെ ഭക്ഷണം, അയാളുടെ നിസ്കാരം, അയാളുടെ ജോലി, അയാളുടെ എൻജോയ്മെന്റ്, അയാളുടെ ഉറക്കം, അയാളുടെ ഫോണ്, ഒരു ജീവിതം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ആ ലൈഫ് സ്റ്റൈലിലേക്ക് അയാൾ എന്ത് ചെയ്യാണ്, ഊട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ എത്ര വർഷങ്ങൾ കടന്നു പോയാലും അയാൾ എന്ത് ചെയ്യൂല, അറിയൂല. പിന്നെ ഈ നാട്ടിലേക്ക് വരണം, കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ സെക്സുമായി, ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഒരു മാസ്റ്റർബേഷൻ ശീലിച്ച ഒരാൾക്ക് ഭാര്യ ആവശ്യമില്ല, അയാൾക്കത് മതി. അപ്പൊ ഇങ്ങനത്തെ ചില ദുശ്ശീലങ്ങൾക്ക് ചെറിയ ശതമാനം പ്രവാസികൾ എന്താണ്, അടിമകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെന്തില്ല, വീട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഭാര്യനെ കാണേണ്ട ആവശ്യമില്ല. ഇതോടുകൂടെ എന്താണ്, ഒരു ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവനും ഇവർ ഒറ്റപ്പെട്ടു പോകും. ഇവിടേക്ക് വേണ്ട ഒരു എക്സ്പെൻസ് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഒരു നിർവഹണം. ഇതൊക്കെ ഭയങ്കര ക്രൂരതയാണ്. അവിടെ ആണെങ്കിലും ഇവരെ സമാശ്വസിപ്പിക്കാനും ഇവരെ കാര്യങ്ങൾ കേൾക്കാനും സംസാരിക്കാനും തമാശ പറയാനും എത്ര സൗകര്യമാണ് ഇപ്പോൾ ഈ വാട്സപ്പ് ഒക്കെ തന്നെ ഭയങ്കര സംഭവമല്ലേ, ഇത്രമാത്രം. പക്ഷേ എന്തില്ല, എല്ലാവരും ഇവിടെ ആകുന്നവർ അവരുടെ ലോകത്തും അവിടെയാകുന്നവർ അവരുടെ ലോകത്തും ജീവിക്കുന്നു. അങ്ങനെ രണ്ട് ജീവിതങ്ങൾ, അയാൾക്കൊരു ഭാര്യയെ കിട്ടാനുള്ള അവസരമില്ല, ഒരു ഭർത്താവിനെ കിട്ടാനുള്ള അവസരവും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല.